എല്ലാവർക്കും മലയാളി സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയാവുന്ന ആളുകൾക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരിക്കും ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആറിൽ നമുക്ക് എങ്ങനെ ഈ ഫാക്ടേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫാക്ടർ എന്ന് പറയുന്ന കോഡ് ആറിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കാൻ പോവുകയാണ്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ ടൈപ്പ് ചെയ്തു. അതിന് ശേഷം ഞാൻ ഫാക്ടർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. ഫാക്ടർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫാക്ടർ എന്നൊരു നമുക്ക് സജഷൻ വന്നു. അപ്പോൾ ദ ഫങ്ഷൻ ഫാക്ടർ ഈസ് യൂസ് ടു എൻകോഡ് എ വെക്റ്റർ ആസ് എ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അത് റൺ ചെയ്ത് നോക്കുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എൻ്റെ ഹെൽപ്പിൽ നിന്നും എനിക്ക് ഫാക്ടറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടി. അത് ബേസ് എന്ന് പറഞ്ഞ പാക്കേജിലാണ് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഡിസ്ക്രിപ്ഷൻസും അതിൻ്റെ എല്ലാ ആർഗ്യുമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻസ് ഹെൽപ്പിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറ്റുമെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന പോലെ വായിച്ച് നോക്കി നോക്കാം. അതുപോലെ തന്നെ എക്സാമ്പിളിൽ അതിന് ഒരുപാട് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡാറ്റ സെറ്റ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. എക്സ് ഇസ് ഈക്വൽ ടു സി 1,1,1 2,2,1 എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. അത് ഞാൻ എക്സിലോട്ട് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നോക്കി നോക്കുകയാണ് എക്സ് എന്ന് പറയുന്നത് എന്താണ്. ഓക്കെ, എക്സ് എന്ത് ടൈപ്പ് വേരിയബിൾ ആയിട്ടാണ് എടുക്കുന്നത് നോക്കുക. ഇപ്പോൾ അത് ന്യൂമറിക്കൽ വേരിയബിൾ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഫാക്ടർ ആണോ അല്ലയോ എന്ന് ആദ്യം നോക്കി നോക്കാം. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈസ് ഡോട്ട് ഫാക്ടർ എന്ന് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈസ് ഡോട്ട് ഫാക്ടറിനുള്ളിൽ ഞാൻ എക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കും. എന്ത് കാണിച്ചു, ഒരു ഫാൾസ് എന്ന് കാണിച്ചു. അതിനർത്ഥം ഈ എക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്തായിട്ടാണ്, ഫാക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ല, ന്യൂമറിക്കൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കറിയാം ഈസ് ആസ്, ഇത് രണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനും, ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് കൺവേർട്ട് ചെയ്യാനുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇനി വൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ആസ് ഡോട്ട് ഫാക്ടർ. ഓക്കെ, ആസ് ഡോട്ട് ഫാക്ടർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അത് റൺ ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ ചോദിക്കാൻ പോവുകയാണ്, ഇത് വൈ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈസ് ഡോട്ട് ഫാക്ടർ എന്നിട്ട് വൈ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് റൺ ചെയ്തു. നോക്കൂ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, വൈ എന്ന് പറയുന്നത് ഫാക്ടറായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ വൈയുടെ ഉള്ളിൽ എന്താണ് കിടക്കുന്നത് എന്ന് എനിക്കറിയണം. അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻറ്റ് ബ്രാക്കറ്റിൽ വൈ എന്ന് ടൈപ്പ് ചെയ്തു, ഞാനത് റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എക്സ് ഉണ്ടായിരുന്നു. ആ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒബ്സർവേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിനെ മാറ്റി, എന്തോ ഒരു മാറ്റം വന്നു. എന്താണ്, 1, 2 എന്ന് പറയുന്ന ഒബ്സർവേഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെന്ത് ചെയ്തു, ലെവൽസ് എന്ന രീതിയിലോട്ട് അത് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അലൈൻ ചെയ്തിട്ടുള്ള ഈ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻസ് തന്നെയാണ് ഈ വൈയിലും കിടക്കുന്നത്. പക്ഷേ അതിന് 2 കാറ്റഗറീസിലോട്ട് അത് മാറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 3 ഉണ്ടായിരുന്നെങ്കിൽ ലെവൽസ് എന്തായിട്ട് മാറും, ഒരു 3 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആസ് ഡോട്ട് ഫാക്ടർ എന്നല്ലാതെ തന്നെ ഇസഡ് ഇസ് ഈക്വൽ ടു നമുക്ക് ഫാക്ടർ ഓഫ് എക്സ് എന്ന് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ എക്സിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറിനെ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈസ് ഡോട്ട് ഫാക്ടർ അല്ലെങ്കിൽ ആസ് ഡോട്ട് ഫാക്ടർ എന്ന് പറയുന്നത് ഈസ് എന്ന് പറയുന്നത് ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാനും ആസ് എന്ന് പറയുന്നത് ഫാക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യാനുമാണ്. ഇനി ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഫാക്ടർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന ഫാക്ടർ ബ്രാക്കറ്റിൽ നമ്മുടെ വേരിയബിൾസിൻ്റെ പേര് കൊടുത്താലും മതി. ഓക്കെ, ഇനി നമ്മൾ ഹെൽപ്പിൽ നോക്കിയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടതാണ് എന്ത്, ഫാക്ടറിൻ്റെ ഉള്ളിൽ എക്സ് ഇസ് ഈക്വൽ ടു ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഒരിക്കലും ന്യൂമറിക്കൽ വാല്യൂസിനല്ല അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 1ഉം 2 എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് അവിടെ ലെവൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ലെവൽസ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഫാക്ടർ എന്ന് പറയുന്ന ഒരു കോഡ് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എക്സ് ഇസ് ഈക്വൽ ടു ക്യാരക്ടർ എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്യാരക്ടേഴ്സായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന 1, 1, 2, 3 എന്ന് പറയുന്ന 3 ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതായത് 3 നമ്പേഴ്സിനെ ഒരു ക്യാരക്ടേഴ്സായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ ലെവൽസ് എന്ന് പറയുന്ന എൻ്റെ കോഡുണ്ട്. ലെവൽസ് എന്ന് കൊടുത്തിട്ട് അവിടെ ഞാൻ ഏതൊക്കെ ലെവൽസാണ് എനിക്ക് വേണ്ടതെങ്കിൽ എനിക്ക് ആ ലെവൽസ് എന്നുള്ളിടത്ത് ഞാൻ സി എന്ന് എഴുതി ബ്രാക്കറ്റിൽ 1, 2 എന്ന് മാത്രം കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ ഇതിൻ്റെ കയ്യിൽ 1, 2, 3, 4 വേരിയബിൾസ് ഉണ്ടായിരുന്നു.
പക്ഷേ ഇവിടെ 3 വേരിയബിൾസിനെ മാത്രമേ ട്രീറ്റ് ചെയ്തുള്ളൂ. കാരണം നമ്മൾ ലെവൽസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ലെവലുകൾ മാത്രമായിട്ട് ഇവർ സ്വീകരിക്കുകയും ബാക്കിയുള്ളതിനെ അവിടെ റിമൂവ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിൽ എത്ര വേരിയബിൾസ് ഉണ്ടെങ്കിലും ശരി, ആ വേരിയബിൾസ് നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം നമുക്ക് കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ള റിമൂവ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലെവൽസ് എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെയാണ് ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ എക്സ്ക്ലൂഡ് എൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുണ്ടായിരുന്ന ഈ എൻ എ എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷനും കൂടി നമുക്ക് ഓൾറെഡി ഇവിടെ പ്രിൻറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ 3 എന്ന് പറയുന്ന ഒബ്സർവേഷൻ നമ്മൾ ലെവൽസിൽ കൊടുക്കാത്തത് കൊണ്ട് 3 അവിടെ എൻ എ ആയിട്ട് കാണിച്ചിരുന്നു 3ൻ്റെ പൊസിഷനിൽ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഫാക്ടർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ എക്സിന് ഞാൻ ചൂസ് ചെയ്യുന്ന വാല്യൂസ് C, 1, 1, 2, 3 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ എക്സ്ക്ലൂഡ് എന്ന കമൻറ്റ് ഉണ്ട്, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഓക്കെ, അപ്പോൾ ഈ എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞ കമൻറ്റ് ഈക്വൽ ടു എൻ എന്നാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുക നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എക്സ്ക്ലൂഡ് ഇസ് ഈക്വൽ ടു എൻ എന്ന് കൊടുത്തപ്പോൾ യാതൊരു വ്യത്യാസം വന്നില്ല. അതേസമയം എക്സ്ക്ലൂഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്ത് നോക്കി നോക്കാം. എക്സ്ക്ലൂഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുമ്പോൾ 3നെ മാത്രം അവിടെ അവർ എക്സ്ക്ലൂഡ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അതേസമയം എക്സ്ക്ലൂഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്ത് നോക്കി നോക്കാം. 2 എന്ന് കൊടുക്കുമ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ എവിടെയാണുള്ളത്, അവിടെ അത് റിമൂവ് ചെയ്തു. ലെവൽസിൽ 2നെ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം 2 ഒബ്സർവേഷൻസ് 1 ആണ്, അതിനെ റിമൂവ് ചെയ്തു. ബാക്കിയുള്ള ടേമുകൾ 2ഉം 3യും വന്നു. അതിന് ലെവൽസുകളിലെ ആ 2നും 3നും അവർ മെൻഷൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ലെവൽസ് ഇസ് ഈക്വൽ ടു C എന്ന് എഴുതിയിട്ട് നമുക്ക് ആവശ്യമുള്ള ലെവലുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ ആ പെർട്ടിക്കുലറിനെ മാത്രം റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഈ ലെവൽസ് എന്ന് പറഞ്ഞ കമൻറ്റ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ലേബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 1നും 2നും നമുക്ക് എങ്ങനെ ലേബിൾസ് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഫാക്ടർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുള്ളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിന് ഉണ്ടാകുന്ന ഈ വാല്യൂസ് ഞാൻ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തു. അത് പേസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വരുന്നത് എന്താണ്, ലേബിൾസ് എന്ന് പറഞ്ഞ കമൻറ്റാണ്. അപ്പോൾ ലേബിൾസ് എന്നുള്ള കമൻറ്റിൽ ഇംപിൾട്ട് ആയിട്ട് ലെവൽസുകൾ ഏതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ലെവൽസ് എങ്കിൽ ആ ലെവൽസുകളാണ് ലേബിൾ ചെയ്ത് വരാറുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഓരോന്നിനും ചൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 1ന് ഞാൻ മെയിൽ എന്നാണ് കൊടുക്കുന്നത് വിചാരിക്കുക. 1ന് മെയിൽ എന്ന് കൊടുത്തു. ഓക്കെ, 2ന് ഞാൻ എന്ത് കൊടുക്കാൻ പോകുന്നു, ഫീമെയിൽ എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഫീമെയിൽ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1ന് മെയിൽ 2ന് ഫീമെയിൽ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ 3 എന്ന് പറയുന്നൊരു ടേം ഉണ്ട്, പക്ഷേ ഞാനത് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് എനിക്ക് 2 മെത്തേഡ് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ കേസാണ് ഇത് എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഈ എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞ കമൻറ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് എക്സ്ക്ലൂഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ 3നെ അവിടെ എക്സ്ക്ലൂഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അത് റൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, 1 എന്നുള്ളിടത്തൊക്കെ എന്ത് വന്നു, മെയിൽ എന്ന് വന്നു. 2 എന്നുള്ളിടത്തൊക്കെ എന്ത് വന്നു, ഫീമെയിൽ എന്ന് വന്നു. എക്സ്ക്ലൂഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്ത കാരണം 3 എന്നുള്ള നമ്പറിലുള്ളടത്തൊക്കെ അവരെന്ത് കാണിച്ചു, എൻ എ എന്ന് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻസ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ നമുക്ക് എടുക്കുമ്പോൾ 1ഉം 2ഉം ഒക്കെ ഓർഡർ ചെയ്ത് വരാം, ഓർഡർ ചെയ്ത് വരാതിരിക്കാം, പലതരത്തിൽ നമുക്ക് വരാം. അപ്പോൾ ഞാൻ ഇനി അടുത്ത കേസ് ഇതിനെങ്ങനെ ഓർഡർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് ഞാനത് ചെയ്തു, ഫാക്ടർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിൽ എക്സ് ഇസ് ഈക്വൽ ടു C 1, 2, 3, 2, 2, 5 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇത് റൺ ചെയ്ത് വരുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, 1, 2, 3, 5 എന്ന നമ്പേഴ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ അത് ഓർഡർ ചെയ്തിട്ടല്ല കിടക്കുന്നത്, കാരണം 3 ഇവിടെയാണ് കയറി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് ഇനി ഓർഡർ ചെയ്യണമെങ്കിൽ, ഇതിനെ ഓർഡർ ആക്കിയിട്ട് ഇതിനെ വെക്കണമെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർ പറയുന്ന ഒരു കമൻറ്റാണ് ഓർഡേർഡ് എന്ന് പറയുന്ന ഒരു കമൻറ്റ്. ഓക്കെ, അപ്പോൾ ആ കമൻറ്റ് നമുക്ക് എങ്ങനെ, അപ്പോൾ ഓർഡേർഡ് എന്ന കമൻറ്റിന് മുന്നേ തന്നെ ഒരു കേസ് കിടക്കുന്നുണ്ട്. നമ്മൾ ഇതിനൊരു വേറെ വേരിയബിൾ കൊണ്ട് സ്റ്റോർ ചെയ്ത് നോക്കി നോക്കാം. z1 ഇസ് ഈക്വൽ ടു എന്ന് വേണ്ടി ഞാൻ സ്റ്റോർ ചെയ്തു. ഓക്കെ, എന്നിട്ട് അവർ ചോദിക്കുന്ന ഒരു കമൻറ്റ് ഉണ്ട്, ഈസ് ഡോട്ട് ഓർഡേർഡ്. ഈസ് ഡോട്ട് ഓർഡേർഡ് എന്നുള്ളടത്ത് z1 എന്ന് കൊടുത്തിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് എന്ന് കിട്ടും. കാരണം എന്താ, ഇവിടെ ഈ പറയുന്ന നമ്പേഴ്സുകൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഓർഡേർഡിലല്ല. ഓക്കെ, അപ്പോൾ ഓർഡേർഡിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഈസ് ഡോട്ട് ഓർഡേർഡ് എന്നിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈസ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്തുണ്ടായിരിക്കും, ആസ് ഡോട്ട് ഓർഡേർഡ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഇസഡിനെ ആസ് ഡോട്ട് ഓർഡേർഡിൽ കൊടുത്തിട്ട് അതിനെ ഞാൻ z2 ഞാൻ സ്റ്റോർ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ z2ൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് എങ്ങനെയായിരിക്കും, z2 റൺ ചെയ്യുമ്പോൾ കണ്ടോ. ഓക്കെ, 1 ലെസ് ദാൻ 2 ലെസ് ദാൻ 3 ലെസ് ദാൻ 5 എന്ന് എടുക്കുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ ഈ 1ഉം 2ഉം 3 എന്ന് പറഞ്ഞാൽ അതിൽ വലുതും ചെറുതും നമുക്ക് പറയാൻ സാധിക്കും.
നേരത്തെ കേസിലുണ്ടായിരുന്ന ഈ 1ഉം 2ഉം 3ഉം എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വലുതേത് ചെറുതേതെന്ന് പറയാൻ സാധിക്കില്ല. എന്താണ് ഈ ആദ്യത്തെ കേസിൽ ഈ Z1 ഉണ്ടായിരുന്ന നമ്പേഴ്സിൽ 1, 2, 3, 4, 5 എന്ന നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ലെവൽസിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ നമ്പർ അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻഡിവിജ്വൽ എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഒന്നിനേക്കാൾ വലുതാണ് 2 എന്നോ 2നേക്കാൾ വലുതാണ് 3 എന്നോ ഒരിക്കലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അതേസമയം ഇവിടെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ Z1 ഫസ്റ്റത്തെ എലമെൻ്റ് എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ എന്താണ് ആക്ച്വലി എന്താണ് 1 ആണ്. ഓക്കെ, ഇനി Z1 നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് എലമെൻ്റ് എന്താണെന്ന് നോക്കി നോക്കാം. സെക്കൻഡ് എലമെൻ്റ് എന്താണ് 2 ആണ്. അപ്പോൾ യൂഷ്വലി നമുക്ക് നോക്കിയാൽ അറിയാം 1നേക്കാൾ വലുതാണ് ഇത് 2. അപ്പോൾ അതാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. എങ്ങനെ ചെക്ക് ചെയ്യാം? Z1 ബ്രാക്കറ്റിൽ 1 ഓക്കെ ഈസ് ലെസ് ദാൻ ഓക്കെ Z1 ഓഫ് 2 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ എന്ത് കാണിച്ച ഒരു എററാണ് കാണിക്കുന്നത്. കാരണം Z1 ഫസ്റ്റ് എലിമെൻ്റ് എന്താണ് 1 ആയിരുന്നു. Z1 സെക്കൻഡ് എലിമെൻ്റ് 2 ആയിരുന്നു. അപ്പോൾ 1നേക്കാൾ വലുതാണ് 2 നമുക്ക് നോക്കിയാൽ അറിയാം. പക്ഷേ ഇവിടെ അത് 1ന് വലുതാണോ ചെറുതാണോ എന്നൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം Z2 എന്ന് വിചാരിക്കാം. Z2 1 കിടക്കുന്നത്. Z2 ഫസ്റ്റ് എലിമെൻ്റ് എന്തായിരുന്നു നോക്കി നോക്കാം. Z2 ഫസ്റ്റ് എലിമെൻ്റ് എന്താണ് 1 ആയിരുന്നു. Z2 സെക്കൻഡ് എലിമെൻ്റ് എന്തായിരുന്നു, അത് 2 ആയിരുന്നു. ഇവിടെ Z2 1ഉം Z2 2ഉം തമ്മിൽ ബന്ധമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, Z2 1ഉം Z2 2ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരെന്ത് പറയുന്നു, ട്രൂ ആണ്. കാരണം Z2 ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള 1 എന്ന് പറയുന്നത് Z2 സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള 2നേക്കാളും ചെറുതാണ്. ഓക്കെ ഓക്കെ ഇനി തിരിച്ച് കൊടുത്ത് നോക്കി നോക്കാം. ഇത് വലുതാണോ നമുക്ക് നോക്കി നോക്കാം. വലുതാണോ നോക്കുമ്പോൾ എന്ത് കാണിച്ചു, ഒരു ഫാൾസ് കാണിച്ചു. ഓക്കെ, അതേസമയം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്ലസ് കൊടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, പ്ലസ് കൊടുക്കുമ്പോൾ എപ്പോഴാണ് വരുന്നത്, ഇത് തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യണമെങ്കിൽ ന്യൂമറിക്കൽ നമ്പേഴ്സ് ആയിരിക്കണം. പക്ഷേ ഇത് ന്യൂമറിക്കൽ നമ്പേഴ്സ് അല്ല. അപ്പോൾ നമ്മുടെ കയ്യിലായിരുന്ന ഈ 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സിനെ നമുക്ക് 3 തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഒന്ന് നോമിനൽ എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ക്യാരക്ടറായിട്ട്. അവിടെ നമുക്ക് ഈ 1ന് 2നും കൂടി നോക്കുമ്പോൾ 2ൻ്റെ പകുതിയാണോ 1 എന്നൊന്നും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് യൂഷ്വലി ഇവിടുത്തെ ഏത് കേസിൽ വന്നത്, നമുക്ക് ഈ പറയുന്ന ഓർഡറിങ് അല്ലാത്ത കേസിൽ വരുന്നത്. രണ്ടാമത്തെ കേസിൽ 1നേക്കാൾ വലുതാണ് 2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ ഓർഡറിങ് ഉണ്ടായി. മൂന്നാമത്തെ കേസിൽ 1ൻ്റെ ഇരട്ടിയാണ് 2 അല്ലെങ്കിൽ 2ൻ്റെ പകുതിയാണ് 1 എന്ന് പറയാൻ പറ്റി. ഓക്കെ, അതാണ് നമ്മൾ പ്യുവർ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏത് Z1 എന്ന് പറയുന്നത് ഓർഡേഡ് അല്ല. അതേസമയം Z2 എന്ന് പറയുന്നത് ഓർഡേഡ് ആണ്. അവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് 1നെയാണ് ഏറ്റവും ചെറിയ വാല്യൂ, 2 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ വലുതാണ്, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 2നേക്കാൾ വലുതാണ്, അങ്ങനെ പോകുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നേരെ തിരിച്ചാണ് ഓർഡർ ചെയ്യാറുള്ളത്. എങ്ങനെയാണ്, 1 എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലുത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലോട്ട് നമുക്ക് എങ്ങനെ ഓർഡർ ചെയ്താൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു, Z3 എന്ന് പറഞ്ഞൊരു പുതിയ വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. അവിടെ ഞാൻ നമ്മുടെ ഫാക്ടേഴ്സ് ആയിട്ട് കിടക്കുന്നത് ഇവിടെ എക്സ് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസിനെ SH ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അതുപോലെ തന്നെ കോൾ ചെയ്തു. അതിനുശേഷം ഞാൻ കോമ ഇട്ടിട്ട് ഇവിടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ലെവൽസ് കൊടുക്കുന്നത് അവിടെ C എന്ന് കൊടുത്തിട്ട് അവിടുത്തെ ലെവൽസിൽ ഫസ്റ്റ് ലെവലായിട്ട് 5 കൊടുത്തു, രണ്ടാമത്തെ ലെവലായിട്ട് ഞാൻ 3 എന്ന് കൊടുത്തു, മൂന്നാമത്തെ ലെവലായിട്ട് ഞാൻ എന്ത് കൊടുത്തു, 2 എന്ന് കൊടുത്തു, പിന്നെ ഞാൻ എന്ത് കൊടുത്തു, 1 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ റൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് Z3 റൺ ചെയ്ത് വന്നു. ഇനി Z3യുടെ ഫോർമാറ്റ് എങ്ങനെ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ Z3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കുന്നത്, ഇവിടെ ലെവൽസ് എടുക്കുന്നത് നേരെ തിരിച്ചാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെവൽസ് നേരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. ഇനി Z4 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുതിയൊരു ഫാക്ടർ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതിൻ്റെ പ്രത്യേകത അത് as.order എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ as.order എന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്ത് വരുന്നുണ്ട്, അവിടെ ഈ പറയുന്ന ഒരു വ്യത്യാസം, അതായത് ഓർഡറിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും കൂടി അവിടെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ Z4 എങ്ങനെയായിരിക്കും, ഞാൻ റൺ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ 5 എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ വാല്യൂ. ഓക്കെ, 1 എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെവൽസിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കാറ് 1നാണ്. അപ്പോൾ 1ന് ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമുക്ക് ഇതുമൂലം നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ലെവൽസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടും അറിയേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇനി അറിയാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ലെവൽസ് എന്ന് നമ്മൾ ചുമ്മാ ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ Z1 എന്ന് കൊടുത്താൽ Z1 ഏതൊക്കെ ലെവൽസ് ഉണ്ടെന്നും, അതേപോലെ Z2 എന്ന് കൊടുത്താൽ Z2 ഏതൊക്കെ ലെവൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ
ആ എല്ലാ ഫാക്ടേഴ്സിനെയും ഏതൊക്കെ ലെവൽസുകൾ അതിലുണ്ട് എന്ന് നമുക്ക് ഈ പറയുന്ന കോഡോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വളരെ എലമെൻ്ററി ആയിട്ടൊരു ഫാക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ടാണ് നമ്മൾ വന്നത്. പ്രോഗ്രാമിംഗ് അറിയാത്ത കുട്ടികൾക്ക് ഓരോ ടേമുകൾ കേൾക്കുമ്പോൾ പേടിയായിരിക്കും. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്, എലമെൻ്ററി ആണ്, നമുക്ക് എല്ലാവർക്കും നന്നായി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.